വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ അവസാന ബന്ദിയുടെ മൃതദേഹം കണ്ടെത്താൻ തെക്കൻ ഗസയിൽ ഹമാസും റെഡ് ക്രോസ് സംഘവും തിരച്ചിൽ ഊർജിതമാക്കി. രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപടികളുമായി ബന്ധപ്പെട്ട് ഖത്തർ, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാർ ഫോണിൽ ചർച്ച നടത്തി. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച ഇസ്രായേൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ജെറുസലേമിന് സമീപം വിവാദ കുടിയേറ്റ നിർമ്മാണത്തിന് നിർമ്മാതാക്കളിൽ നിന്ന് ഇസ്രായേൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈവൺ പദ്ധതി എന്ന പേരിൽ ജെറുസലേമിനെ രണ്ടായി പിളർത്തുന്ന കുടിയേറ്റ നിർമ്മാണമാണിത്. സൊമാലിലാൻഡിനെ അംഗീകരിച്ച നടപടി ഇസ്രായേൽ ഉടൻ പിൻവലിക്കണമെന്ന് ആഫ്രിക്കൻ യൂണിയൻ ആവശ്യപ്പെട്ടു. MC നാസർ ചേരുന്നുണ്ട് സമഗ്ര വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടക്കാതിരിക്കാനുള്ള 18 അടവും ഇസ്രായേൽ നടത്തുന്നു. അതിനിടയിലാണ് രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ചർച്ച എങ്ങനെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? ഇതിൽ പ്രധാനമായിട്ടും തങ്ങളുടെ ഈ ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് വ്യവസ്ഥ ചെയ്തിരുന്ന പൂർണ്ണമായിട്ടും ജീവനോടെയുള്ള 20 ബന്ദികളെ ഒക്ടോബർ 10 വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ വിട്ടയച്ചു. പിന്നീട് ബാക്കിയുണ്ടായിരുന്നത് 28 ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു. ഇതിൽ 27 മൃതദേഹങ്ങളും ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട്. പക്ഷെ ഒരു ബന്ദിയുടെ മൃതദേഹം, റാൻവിലി എന്ന പേരുള്ള ഒരു സൈനികന്റെ മൃതദേഹമാണ് ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ളത്. അതിനുവേണ്ടി പിന്നീട് ദിവസങ്ങളിൽ വടക്കൻ ഗസയിൽ പരമാവധി സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തി എങ്കിൽ പോലും ആ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നിർദ്ദേശിച്ചത് പ്രകാരമാണെന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു. ഈ ഫലസ്തീൻ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഹമാസിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് ക്രോസിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ മൃതദേഹം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. തുടർന്ന് മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ചയ്ക്ക് തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നൊരു നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നിർദ്ദേശിച്ചത് പ്രകാരം ഈ അവസാന ബന്ദിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ റെഡ് ക്രോസിന്റെ വിപുലമായിട്ടുള്ള സന്നാഹങ്ങളോടുകൂടി ഇപ്പോൾ തെക്കൻ ഗസയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ജീന സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഇനിയും ഈ സ്വഭാവത്തിൽ നീണ്ടുപോകുന്നത് ഒരുപക്ഷെ ആ വെടിനിർത്തൽ പൂർണ്ണമായിട്ട് തകരുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഖത്തറും അതോടൊപ്പം തന്നെ മറ്റൊരു മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഈജിപ്തും, 2 രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ വളരെ വിശദമായി തന്നെ ടെലിഫോണിൽ ചർച്ച നടത്തി. പക്ഷേ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഈ 2 രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ തുർക്കി ഉൾപ്പെടെയുള്ള മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ടും ആശയവിനിമയം തുടരുന്നുണ്ട്. അമേരിക്കയെയും നിലവിലുള്ള ചർച്ചയുടെ ഒരു പുരോഗതി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചതായിട്ടാണ് സൂചന. എന്തായാലും ഈ മാസം തന്നെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം നടപ്പിലാക്കണമെന്ന തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ല എന്നാണ് അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ട്. ജീന, നാസർ, ഈ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതുപോലെ ഗസയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ദുരിതത്തിൽ കഴിയുകയാണ് അവിടുത്തെ ജനത. അപ്പോൾ അവർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. മാനുഷിക സഹായം അടക്കം അവിടെ എത്തുന്നില്ല. അതിനും ഇസ്രായേൽ അവിടെ വിലങ്ങുതടിയാകുന്നുണ്ട്. ഈ റഫ അതിർത്തി തുറക്കുന്നതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇതിന് ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു റഫ അതിർത്തി ഉടൻ തുറക്കണമെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ഏതാണ്ട് 15,000-ഓളം വരുന്ന പരിക്കേറ്റ പലസ്തീൻകാർക്ക് ഏറ്റവും പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അനുമതി നൽകണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ വ്യവസ്ഥ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇത്രയും സമയമായിട്ട് ഏതാണ്ട് ഇപ്പം 3 മാസത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെയും റഫ അതിർത്തി തുറക്കാനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഈജിപ്തിനോട് ഇസ്രായേൽ നിർദ്ദേശിച്ചത് നിങ്ങളുടെ ഭാഗത്തുള്ള അതിർത്തി തുറക്കാം, പക്ഷേ ഗസയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് ഒരിക്കലും തന്നെ മടങ്ങി വരാനുള്ള അനുമതി നൽകില്ല എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു അവസരം എന്നതിലപ്പുറത്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാനോ ഈ പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഗസയിലേക്ക് ഏറ്റവും സുരക്ഷിതമായ സ്വഭാവത്തിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ഉപകരണങ്ങളും താൽക്കാലിക ടെന്റുകളും എത്തിക്കാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. 2 കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള വംശീയ ഉന്മൂലന നടപടികൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ സമീപകാലത്തുണ്ടായ പ്രകൃതിക്ഷോഭം, ഇതൊക്കെയും ഗസ ജനതയെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം ഒരു മാനുഷികമായിട്ടുള്ള സൗകര്യങ്ങൾ, സഹായങ്ങൾ ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ ഈ വെടിനിർത്തലിന്റെ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ട് പോലും ഇനിയും നടപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി എന്ന് തുറക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ ഗസ നിവാസികൾ കഴിഞ്ഞുകൂടുന്നത്. കാരണം ആ അതിർത്തി തുറന്നെങ്കിൽ മാത്രമേ ഗസയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സഹായം
എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യവും അതിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പരിക്കേറ്റവരെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ഈ അതിർത്തി തുറന്നുകൊണ്ട് അവരെ പുറത്തേക്ക് അയക്കാനുള്ള ഒരു മാർഗം ഇനിയും ലഭ്യമായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തുടരുന്നത്. എന്തായാലും റഫ അതിർത്തി ഇനിയും തുറന്നിട്ടില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ദുരിതപൂർണമാവും. അതോടൊപ്പം തന്നെയാണ് 37 അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഗസയിൽ പ്രവർത്തിക്കുന്നതിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള സന്നദ്ധ സംഘങ്ങളും ഇതിൽ ഉൾപ്പെടും. അവരോടും എത്രയും പെട്ടെന്ന് ഗസയിൽ നിന്ന് പിൻവാങ്ങാനാണ് ഇപ്പോൾ ഇസ്രായേൽ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ ഗസ ജനത നീങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള സൗകര്യങ്ങൾ, സാന്ത്വനം പകരാനുള്ള ആശുപത്രിയിൽ ഏറ്റവും മിനിമം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം വളരെ പെട്ടെന്ന് വേണമെന്ന് UN-ഉം വിവിധ ലോകരാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അംഗീകരിക്കാൻ ഈ നിമിഷം വരെയും ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് എത്ര കാലം ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകും എന്ന് സംബന്ധിച്ച ആശങ്ക തന്നെയാണ് ഈ രാത്രിയിലും നിലനിൽക്കുന്നത്. ജിന, ഈ E1 പദ്ധതി എന്നതുകൊണ്ട് ഇസ്രായേൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ്? E1 പദ്ധതിയിലൂടെ ഈ വെസ്റ്റ് ബാങ്കിലും തങ്ങളുടേതായിട്ടുള്ള അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. അതിന് ഈ ജെറൂസലമാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്നത്. അവിടെ E1 പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ 3401 വസതികൾ പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വസതികൾ പണിയുന്നതിൻ്റെ അർത്ഥം എന്നത് ഈ അനധികൃതമായിട്ടുള്ള ഇത്തരം വസതികൾ പണിതുകൊണ്ട് ജൂത കുടിയേറ്റക്കാർക്ക് വാസസ്ഥലം ഒരുക്കുക എന്നതല്ല. നേരെ മറിച്ച് ഈ ജെറൂസലം ഭൂപ്രകൃതിയും അതിന്റെ ഭാവി ഭൂഘടനയും മാറ്റിമറിക്കുക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് E1 പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ധനകാര്യമന്ത്രി കൂടിയാണ് സ്മോട്രിക് ആണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നതും ആ പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഈ ജെറൂസലമിന്റെ ഉൾഭാഗങ്ങൾ മുതൽ തുടങ്ങി വെസ്റ്റ് ബാങ്കിന്റെ അതിർത്തി വരെ നീളുന്ന ഈ അനധികൃത കുടിയേറ്റ പദ്ധതിയിലൂടെ ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കിഴക്കൻ ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വരുന്നതിനെ തടയുക എന്നതാണ്. കാരണം ഇങ്ങനെ പൂർണ്ണമായിട്ടും വിഭജിക്കപ്പെട്ട ഇസ്രായേൽ അധിനിവേശമുള്ള ഒരു സ്ഥലത്ത് എന്തായാലും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നത് സാധ്യമാവുകയില്ല എന്ന് ഇസ്രായേലിനറിയാം. അതുകൊണ്ടാണ് തിരക്കിട്ട രീതിയിൽ ഇപ്പോൾ ഇതിന്റെ നിർമ്മാണ ജോലികൾക്കുള്ള ടെൻഡറുകൾ ക്ഷണിച്ചിരിക്കുന്നതും. അങ്ങനെ ആ പദ്ധതി മുന്നോട്ട് പോവുകയാണെങ്കിൽ 160-ലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ചിരിക്കുന്ന സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആ ഒരു ആശയം പൂർണ്ണമായിട്ടും തിരസ്കരിക്കാനോ നിരാകരിക്കപ്പെടാനോ ഇസ്രായേലിന് സാധിക്കും. അതിനുള്ള കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് ഈ E1 പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ജീന, ഈ സൊമാലിലാൻഡിനെ അംഗീകരിച്ച നടപടിയിൽ നേരത്തെ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴും ഇസ്രായേലിന്റെ നിലപാട് എങ്ങനെയാണ്? ഇസ്രായേൽ പൂർണ്ണമായിട്ടും, കാരണം ഒരൊറ്റ രാജ്യം മാത്രമാണ് ഈ സോമാലിയിൽ നിന്ന് വേർപെട്ടു പോയ ഒരു പ്രദേശത്തെ, സോമാലിലാൻഡ് എന്ന പ്രദേശത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ഈ അംഗീകരിച്ചു എന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. ഭാവിയിൽ ഈ സോമാലിലാൻഡിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സൈനികവും അതോടൊപ്പം തന്നെ മറ്റുള്ള ഇപ്പോൾ പലസ്തീൻ ജനതയെ പോലും കുടിയിരുത്താനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ സോമാലി ലാൻഡിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാബുൽ മന്ദബ്, അതോടൊപ്പം തന്നെ സൂയസ് കനാൽ, ആ ഏരിയകളിലും തങ്ങളുടെ സൈനികമായിട്ടുള്ള പിടിമുറുക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം എന്ന നിലയ്ക്കാണ് വളരെ പൊടുന്നനെ തന്നെ ഈ സോമാലി ലാൻഡിനെ അംഗീകരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അംഗീകാരം മാത്രമല്ല, ഇന്നലെയാണ് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി സോമാലി ലാൻഡിൽ ഔദ്യോഗികമായ സന്ദർശനം നടത്തിയത്. ഇതൊക്കെയും ഇതിനെതിരെ സോമാലിയെ മാത്രമല്ല മൊത്തം ആഫ്രിക്കൻ, അറബ്, മുസ്ലിം രാജ്യങ്ങൾ അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കെണിയാണ്. ഫലസ്തീൻ ജനതയുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഗസയിൽ നിന്ന് അവരെ പുറന്തള്ളാനുള്ള, അവരെ കുടിയിരുത്താനുള്ള ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഭാവിയിൽ സോമാലിലാൻഡിനെ മാറ്റിയെടുക്കാനുള്ള, സൈനികമായി അവിടെ പിടിമുറുക്കാനുള്ള ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ചെറുക്കണമെന്നാണ് ആഫ്രിക്കൻ യൂണിയനും OIC-യും അറബ് ലീഗും ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിം അറബ് കൂട്ടായ്മകളും ആഫ്രിക്കൻ കൂട്ടായ്മകളും ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ആവശ്യം ഉന്നയിക്കുന്നത്. ജിന, ശരി നാസർ, ഏതായാലും ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഊർജ്ജ ശ്രമമാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈജിപ്തുമായി ചർച്ച നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ റഫ അതിർത്തി തുറക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. മദീന ഹൈവേയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരി മരിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ
ഹാദിയ ഫാത്തിമയാണ് മരിച്ചത്. ഹാദിയയുടെ മാതാപിതാക്കളടക്കം 4 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. ഇവരുടെ കബറടക്കത്തിന് പിന്നാലെയാണ് മകളും മരണത്തിന് കീഴടങ്ങിയത്. അഫ്താബ് റഹ്മാൻ ചേർന്ന വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, സങ്കടകരമായ വാർത്തയാണ്. എപ്പോഴാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്? വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? ജീന, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 9 വയസ്സുകാരി മരണപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇവരുടെ കുടുംബം മലപ്പുറം വെള്ളിയിലെ സ്വദേശിയായ ജലീലും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ ഉമ്മ, ഒപ്പം മകൻ ആദിൽ എന്നിവരുൾപ്പെടെയുള്ള യാത്രാ സംഘം അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തെ തുടർന്ന് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 4 പേരും മരണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മകളും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ജലീലിന്റെയും ഭാര്യയുടെയും മകന്റെയും ഒപ്പം തന്നെ ഉമ്മയുടെയും ഖബറടക്കം ഇന്ന് പുലർച്ചെ മദീനയിൽ വെച്ച് പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് മകളുടെ മരണവിവരം കൂടി വരുന്നത്. മകൾ ഈ അപകടം സംഭവിച്ചത് മുതൽ തന്നെ ഗുരുതരാവസ്ഥയിലാണ് തുടർന്നത്. ഇതിനുശേഷം ഏതാണ്ട് 12 മണിക്കൂറിലേറെ നീണ്ട ഒരു ശസ്ത്രക്രിയക്ക് ഈ കുട്ടിയെ വിധേയമാക്കിയിരുന്നുവെങ്കിലും ആരോഗ്യാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. വെന്റിലേറ്ററിലായിരുന്നു കുട്ടി തുടർന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജീന. ശരി അഫ്താബ്, ഏതായാലും മാതാപിതാക്കളുടെ കബറടക്കത്തിന് പിന്നാലെ 9 വയസ്സുകാരി ഹാദിയ ഫാത്തിമ മരണത്തിന് കീഴടങ്ങി. ഉച്ചയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്. സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തെ മദീനയിൽ കബറടക്കി. മലപ്പുറം വെള്ളില സ്വദേശി ജലീലിനും കുടുംബത്തിനും വികാരനിർഭരമായ യാത്രയപ്പാണ് മദീന നൽകിയത്. മക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പ്രവാസികളുമടക്കം വൻ ജനാവലി പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു. മലപ്പുറം വെള്ളിമല സ്വദേശി ജലീൽ, ഭാര്യ തസ്നി, മകൻ 13-കാരൻ ആദിൽ, ഉമ്മ മൈമുനത്ത് എന്നിവരുടെ മൃതദേഹം ഇന്ന് പുലർച്ചെ മദീനയിൽ ഖബറടക്കി. മസ്ജിദുൻ നബവിയിൽ നടന്ന മയ്യിത്ത് നമസ്കാരത്തിന് ശേഷമാണ് ജന്നത്തുൽ ബഖീയിലെ ഖബറടക്കം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അപകടം നടക്കുമ്പോൾ 4 മക്കളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് മറ്റ് 3 മക്കളും മദീനയിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിലാണ് ജലീലും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. മദീന ഭാഗത്ത് നിന്ന് ജിദ്ദയിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. റോഡിലേക്ക് തെന്നി നീങ്ങിയ ട്രെയിലർ ഇവർ സഞ്ചരിച്ച കാറിലിടിച്ചാണ് അപകടമുണ്ടായത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മിനിമം വേതനം വർദ്ധിപ്പിക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രി മഹദ് ബിൻ സയ്യിദ് ബിൻ അലി ബാബൈൻ. ഇത് സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം പഠനം പൂർത്തിയാക്കിയതായി ഷൂറ കൌൺസിലിൽ മന്ത്രി പറഞ്ഞു. ഒമാനിലെ സ്വകാര്യ മേഖലയിൽ മൊത്തം തൊഴിലാളികളിൽ 15.5% ഒമാനൈസേഷൻ നിരക്ക്. ഷൂറ കൌൺസിലാണ് തൊഴിൽ മന്ത്രി മിനിമം വേതനത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യായമായ ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനായി വേതനം ഉയർത്താനുള്ള സാധ്യതയും വിപണി സ്ഥിരതയും നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ച് എത്രയാണ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും പഠനം നടന്നിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ തൊഴിൽ നയങ്ങളെക്കുറിച്ചും ഒമാൻ വിഷൻ 2040 എന്നിവയുടെ കീഴിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതികളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. ദേശീയ തൊഴിൽ ശക്തി ഡാറ്റാബേസ് സ്ഥാപിക്കാനും വിവിധ സ്ഥാപനങ്ങളുമായി ഇലക്ട്രോണിക് രീതിയിൽ ബന്ധിപ്പിക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളും മന്ത്രി എടുത്തു പറഞ്ഞു. 2025 ഒക്ടോബർ വരെ സ്വകാര്യ മേഖലയിൽ 18,59,206 തൊഴിലാളികളിൽ 15.5% ഒമാനൈസേഷൻ നിരക്ക്. മൊത്തം ജോലി അന്വേഷകരിലെ ഒമാനികളുടെ എണ്ണം 73,319 ഇതിൽ 38,428 പേർ സ്ത്രീകളാണെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്. ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കാനും സർക്കാർ സേവനങ്ങളിൽ AI ഉപയോഗം വിപുലീകരിക്കാനും ഒരുങ്ങി ഒമാൻ. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഒമാന്റെ 2026 പ്രവർത്തന പദ്ധതികളും ലക്ഷ്യങ്ങളും മന്ത്രിസഭ ചർച്ച ചെയ്തു. മസ്കത്തിലെ അല്ലാലം കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിൽ രാജ്യത്തിന്റെ വികസനത്തിലൂന്നിയ നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുന്നതിനായി സർക്കാർ മേഖലയിൽ ഡിജിറ്റൽ പരിവർത്തന പരിപാടി വേഗത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രിസഭ ഊന്നി പറഞ്ഞു. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്രീകൃത പോർട്ടൽ സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രിസഭ ചൂണ്ടിക്കാട്ടി. സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ലളിതമാക്കുക, ഉപയോക്തൃനുഭവം മെച്ചപ്പെടുത്തുക, വിവിധ സർക്കാർ യൂണിറ്റുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം പോർട്ടലിന്റെ വികസനത്തിൽ AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രിമാർ പറഞ്ഞു. AI വിപുലീകരണം പൊതുഭരണ സംവിധാനത്തിന്റെ ആധുനികവൽക്കരണത്തെ പിന്തുണയ്ക്കുമെന്നും യോഗം വിലയിരുത്തി. 2026 പ്രവർത്തന പദ്ധതികൾ, ലക്ഷ്യങ്ങൾ എന്നിവയും മന്ത്രിസഭ ചർച്ച ചെയ്തു. മീഡിയ 1, മസ്കത്ത്.
കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് വീണ്ടും സജീവമാകുന്നതായി റിപ്പോർട്ട്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും പരാതികളിലെ വേഗത്തിലുള്ള പരിഹാരവുമാണ് റിക്രൂട്ട്മെന്റിലെ വർധനയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. കുവൈത്ത് വീണ്ടും വീട്ടുജോലിക്കാരുടെ വിശ്വസനീയമായ ലക്ഷ്യസ്ഥാനമായി മാറുകയാണ്. 11 രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ കുവൈത്തിലേക്ക് ഗാർഹിക തൊഴിലാളികൾ എത്തുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കണക്കുകൾ പ്രകാരം നിലവിൽ കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം 8.23 ലക്ഷമാണ്. ഇതിൽ 56.2% സ്ത്രീകളും 43.8% പുരുഷന്മാരുമാണ്. ഗാർഹിക തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 3.40 ലക്ഷം ഇന്ത്യൻ തൊഴിലാളികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. ഫിലിപ്പീൻസിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലാളികൾക്കുള്ള ഷെൽട്ടറുകൾ സജീവമാക്കിയതും സർക്കാർ ഇടപെടലുകൾ ശക്തമാക്കിയതുമാണ് ഈ മാറ്റത്തിന് കാരണം. മുൻകാലങ്ങളിൽ പരിഹരിക്കപ്പെടാത്ത പരാതികളും നടപടിക്രമങ്ങളിലെ വീഴ്ചകളും മൂലം ഉണ്ടായിരുന്ന പ്രതിസന്ധി ഇപ്പോൾ പൂർണ്ണമായി മറികടന്നതായി ഗാർഹിക തൊഴിൽ രംഗത്തെ വിദഗ്ധൻ ബസാം അൽ ഷമാരി പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. യുഎയിൽ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കാൻ ആലോചിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് വ്യാജ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. അംഗീകൃത ഏജൻസികൾ വഴി മാത്രം നിയമനം നടത്തണമെന്നും തട്ടിപ്പുകളിൽ വീഴരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഓഫറുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ അധികൃതരെ അറിയിക്കണം. ദുബായ് പോലീസ് സ്മാർട്ട് ആപ്പ് വഴിയോ ഇ ക്രൈം പ്ലാറ്റ്ഫോമിലൂടെയോ പരാതികൾ നൽകാവുന്നതാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഗാർഹിക തൊഴിലാളികളെ വാഗ്ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയും മറ്റും പ്രചരിക്കുന്ന ആകർഷകമായ പരസ്യങ്ങളിൽ വീഴരുതെന്ന് ദുബായ് പോലീസ് ആവശ്യപ്പെട്ടു. റിക്രൂട്ട്മെന്റ് ഏജന്റുമാരായി ചമഞ്ഞ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്തുന്നത്. ഇത്തരം വ്യാജ ഏജൻസികൾക്ക് പണമോ വ്യക്തിഗത വിവരങ്ങളോ കൈമാറുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനിടയാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. യുഎയിൽ ഔദ്യോഗിക ലൈസൻസുള്ള ഏജൻസികൾ വഴി മാത്രമേ നിയമന നടപടികൾ പൂർത്തിയാക്കാവൂ. ബിവെയർ ഓഫ് ഫ്രോഡ് എന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് കർശന നിർദ്ദേശം. ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഏജൻസികളുടെ ആധികാരികത ഉറപ്പുവരുത്തണം. സംശയാസ്പദമായ പരസ്യങ്ങളോ ഓഫറുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ അധികൃതരെ അറിയിക്കണം. ദുബായ് പോലീസ് സ്മാർട്ട് ആപ്പ് വഴിയോ ഇ ക്രൈം പ്ലാറ്റ്ഫോമിലൂടെയോ പരാതികൾ നൽകാവുന്നതാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മീഡിയ 1 ദുബായ്. ബഹ്റൈന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുന്ന മെട്രോ പദ്ധതി ഉടൻ നടപ്പിലാക്കും. പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹ്റൈൻ മെട്രോ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 ലൈനുകളിലായി 20 സ്റ്റേഷനുകളാണ് ആദ്യഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റൈൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രധാന റെയിൽ പദ്ധതിയായ ബഹ്റൈൻ മെട്രോ ഉടൻ നടപ്പിലാക്കും. 29 കിലോമീറ്റർ ദൂരം പിന്നിടുന്ന തരത്തിലായിരിക്കും ആദ്യഘട്ട പദ്ധതി. പ്രധാനപ്പെട്ട 2 ലൈനുകളിലായി 20 സ്റ്റേഷനുകളും ആദ്യഘട്ട പദ്ധതിയിൽ ഉൾപ്പെടും. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സീഫുമായി ബന്ധിപ്പിക്കുന്നതാകും ആദ്യപാത. ജുഫേർ വഴി ഡിപ്ലോമാറ്റിക് ഏരിയ, സൽമാനിയ എന്നിവിടങ്ങളിലൂടെ കടന്ന് ഇസ ടൗണിൽ അവസാനിക്കുന്ന തരത്തിലാകും 2ാം ലൈൻ. ആദ്യഘട്ടത്തിന് ശേഷം വലിയ താമസമില്ലാതെ തന്നെ രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ 2ാം ഘട്ട മെട്രോയും നടപ്പിലാക്കും. ബഹ്റൈനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മെട്രോ പദ്ധതി വേഗത്തിലാക്കുന്നത്. രാജ്യത്ത് പ്രതിദിനം ശരാശരി 33,000 ആളുകളാണ് ബസ് യാത്രയെ ആശ്രയിക്കുന്നത്. ഇത് വാരാന്ത്യങ്ങളിൽ 50,000-ആയും വിശേഷ ദിവസങ്ങളിൽ 75,000 വരെയായും ഉയരുമെന്ന് ഗതാഗത മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. പൊതുഗതാഗത സംവിധാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മെട്രോ പദ്ധതി വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മീഡിയ 1 ബഹ്റൈൻ. ദുബായ് അൽവർഖ റോഡ് വികസന പദ്ധതിയുടെ 1ാം ഘട്ടം RTA പൂർത്തിയാക്കി. 4 റൗണ്ട് എബൌട്ടുകൾ സിഗ്നലുകളാക്കി മാറ്റിയതോടെ മേഖലയിലെ ഗതാഗതം 30% വരെ മെച്ചപ്പെട്ടു. കൂടുതൽ പാർക്കിംഗ് ഇടങ്ങളും കാൽനട പാതകളും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും റാസൽഖോർ റോഡിനുമിടയിലുള്ള 7 കിലോമീറ്റർ പാതയിലാണ് നവീകരണം പൂർത്തിയായത്. ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ റൗണ്ട് എബൌട്ടുകൾ നീക്കം ചെയ്ത് സിഗ്നലുകൾ സ്ഥാപിച്ചതോടെ വാഹനങ്ങളുടെ നീക്കം സുഗമമായി. റോഡ് നവീകരണത്തോടൊപ്പം 111 പുതിയ പാർക്കിംഗ് ഇടങ്ങളും 6.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മഴവെള്ള ഡ്രെയിനേജ് ശൃംഖലയും നിർമ്മിച്ചു. കാൽനടയാത്രക്കാർക്കായി 41,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പുതിയ പാതകളും 324 തെരുവ് വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ പൂർത്തിയാക്കിയ നവീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പദ്ധതി നടപ്പാക്കിയത്. അൽവർക്കിയെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡുമായി ബന്ധിപ്പിക്കുന്ന പുതിയ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ നേരത്തെ സജ്ജമാക്കിയിരുന്നു. അൽവർക്ക 3-4 മേഖലകളിൽ റോഡ് നിർമ്മാണവും സൈക്ലിംഗ് ട്രാക്കുകളുടെ നിർമ്മാണവും നിലവിൽ പുരോഗമിക്കുകയാണ്. മീഡിയ 1 ദുബായ്.
യുഎയിൽ പരിസ്ഥിതി ക്വാറന്റൈൻ നിയമങ്ങൾ കർശനമാക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനും നിയമവിരുദ്ധ കടത്തുകൾക്ക് തടയിടുന്നതിനുമായാണ് പുതിയ നടപടി. കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് 20 ലക്ഷം ദിർഹം പിഴയും 4 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും. 22 വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ കാർഷിക മൃഗസംരക്ഷണ നിയമങ്ങളിൽ ഇത്രയും വലിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. യുഎയുടെ ജൈവ മേഖല സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ നടപടി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും അനുമതിയില്ലാതെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും യുഎ വഴി കടത്തുന്നതിനും കർശന നിരോധനം ഏർപ്പെടുത്തി. നിയമവിരുദ്ധമായി കടത്തുന്ന ജീവജാലങ്ങളെ കണ്ടുകെട്ടും. മൃഗങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ 45 വർഷം പഴക്കമുള്ള വെറ്റിനറി ക്വാറന്റൈൻ നിയമങ്ങളും പരിഷ്കരിച്ചു. ഇറക്കുമതി ചെയ്യുന്ന എല്ലാ മൃഗങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും അതിർത്തികളിൽ കർശന ആരോഗ്യ പരിശോധന നിർബന്ധമാക്കി. രോഗം ബാധിച്ച മൃഗങ്ങളെ കണ്ടെത്തിയാൽ ക്വാറന്റൈൻ ചെയ്യാനോ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിർത്തികളിൽ ശക്തമാക്കിയിട്ടുണ്ട്. സസ്യങ്ങളിലൂടെ എത്തുന്ന കീടങ്ങളെയും രോഗങ്ങളെയും തടയാൻ കാർഷിക ക്വാറന്റൈൻ നിയമങ്ങളും കർശനമാക്കി. നിയമലംഘനം നടത്തുന്ന വിദേശികൾക്ക് 5 ലക്ഷം ദിർഹം പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. അതേസമയം കാർഷിക ഗവേഷകർക്കും പുതിയ സസ്യയിനങ്ങൾ വികസിപ്പിക്കുന്നവർക്കും 25 വർഷം വരെ നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാനും മന്ത്രാലയം തീരുമാനിച്ചു. മീഡിയ 1 ദുബായ്. ദുബായിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പാർക്കിംഗ് നിയന്ത്രണം പാർക്കിംഗ് കമ്പനി ഏറ്റെടുക്കുന്നു. സ്പിന്നീസ്, വെയ്ഡ്രോ സൂപ്പർ മാർക്കറ്റുകളിലാണ് പണമടച്ചുള്ള പാർക്കിംഗ് ഏർപ്പെടുത്തുന്നത്. കറാമയിലെ ട്രേഡ് സെന്റർ റോഡിലുള്ള സ്പിന്നീസ് ശാഖകൾ, മോട്ടോർ സിറ്റി, അൽ മെയ്ദാൻ, ഉമ്മു സുഖൈം തുടങ്ങിയ ശാഖകളിലുമാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. 2 മണിക്കൂർ സൗജന്യ പാർക്കിംഗ് ലഭിക്കും. ഇതിനുശേഷം മണിക്കൂറിന് പണം നൽകേണ്ടി വരും. സൗദിയിൽ പുകവലി ഉപേക്ഷിച്ചവരുടെ എണ്ണം 7 ലക്ഷം കടന്നതായി കണക്കുകൾ. പുകയില രഹിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ബദായിൽ കമ്പനിയുടേതാണ് കണക്ക്. 2028ഓടെ 10 ലക്ഷം പേരെ പുകവലി ശീലത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 2025 അവസാനത്തോടെ 7 ലക്ഷം പേർ പുകവലി ഉപേക്ഷിച്ചതായാണ് കണക്ക്. പുകയിലരഹിത പുകയിലയ്ക്ക് പകരമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ബദായിൽ കമ്പനിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. റിയാദ് ആസ്ഥാനമാക്കി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് കമ്പനിയുടെ പ്രവർത്തനം. DZRT എന്ന നിക്കോട്ടിൻ രഹിത ഉൽപ്പന്നമാണ് കമ്പനി പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. നിലവിൽ കമ്പനിക്ക് ജിദ്ദയിലും ഉൽപാദന യൂണിറ്റുണ്ട്. 2008ഓടെ 10 ലക്ഷം പേരെ പുകവലിയിൽ നിന്നും രക്ഷിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 2025 ജനുവരിയിൽ പുകവലി ഉപേക്ഷിച്ചവരുടെ എണ്ണം 4 ലക്ഷമായിരുന്നെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. സൗദി അറേബ്യയിൽ പുകവലി കുറക്കുക, പുകവലി ഉപേക്ഷിക്കുന്നതിന് സഹായകരമായ സുരക്ഷിതവും കുറഞ്ഞ അപകടമാർഗങ്ങളും വികസിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കിയതോടെ നിയമലംഘനങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായി ജനറൽ ട്രാഫിക് വകുപ്പ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ദിവസം 823 ലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത് ജനുവരി 5-ന് വെറും 45 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ഫീൽഡ് പരിശോധനയും ഉദ്യോഗസ്ഥരുടെ വ്യാപക വിന്യാസവുമാണ് നിയമലംഘനങ്ങളിൽ വൻതോതിൽ കുറവുണ്ടാകാൻ കാരണം. ഒമാൻ റോയൽ എയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുസന്ന വ്യോമത്താവളം സന്ദർശിച്ച സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. റോയൽ എൻഫോഴ്സ് കമാൻഡർ ഉൾപ്പെടെയുള്ള മുതിർന്ന കമാൻഡർമാരും ബേസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സ്വീകരിച്ചു. സേനയുടെ പ്രവർത്തനവും ദൌത്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന വികസന പരിപാടികളും ഉദ്യോഗസ്ഥർ സുൽത്താന് വിശദീകരിച്ചു. ഒമാൻ റോയൽ എയർഫോഴ്സിന്റെ നൂതന സൈനിക ശേഷികൾ, ആധുനിക വ്യോമ സംവിധാനങ്ങളും സുൽത്താൻ നോക്കിക്കണ്ടു. ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്കും ഹൈദരാബാദിലേക്കും ഇൻഡിഗോ എയർലൈൻസ് പുതിയ പ്രതിദിന സർവീസുകൾ പ്രഖ്യാപിച്ചു. നിലവിൽ ദുബായിലേക്ക് മാത്രമാണ് ഇൻഡിഗോ ബഹ്റൈനിൽ നിന്ന് പ്രതിദിന സർവീസ് നടത്തുന്നത്. ജൂൺ 18 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള വിമാനങ്ങളുടെ സമയക്രമമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കൊച്ചിയിലേക്കുള്ള വിമാനം രാത്രി 10:25-ന് ബഹ്റൈനിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ 5:35-ന് കൊച്ചിയിലെത്തും. ഹൈദരാബാദിലേക്കുള്ള വിമാനം രാത്രി 8-ന് ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ 2:50-ന് ലക്ഷ്യസ്ഥാനത്തെത്തും വിധമാണ് സമയക്രമം. കുവൈത്തിൽ കബ്ദ് മേഖലയിലെ തൊഴുത്തുകളിൽ കന്നുകാലികാര്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തി. കബ്ദ് ലൈഫ് സ്റ്റോക്ക് മോണിറ്ററിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക റിപ്പോർട്ടുകൾ തയ്യാറാക്കി നിയമ നടപടികൾ ആരംഭിച്ചു. നിയമക്കുരുക്കിലകപ്പെട്ട് 10 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന മലയാളിയുടെ മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകും. കൊല്ലം പുനലൂർ സ്വദേശി മഹേഷ് ശശിധരനാണ് ഒരാഴ്ച മുൻപ് ദമാമിൽ പക്ഷാഘാതം ബാധിച്ചു മരിച്ചത്. കൂട്ടു ബിസിനസിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് മഹേഷിനെ നിയമക്കുരുക്കിലാക്കിയത്. കൂട്ടുബിസിനസിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ക്രമക്കേടിൽ നിയമക്കുരുക്കിലകപ്പെട്ട മലയാളിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വഴിതെളിഞ്ഞു. കൊല്ലം പുനലൂർ കക്കോട് സ്വദേശി മഹേഷ് ശശിധരന്റെ മൃതദേഹമാണ് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുക.
10 വർഷത്തിൽ ഏറെയായി മഹേഷ് നാട്ടിൽ പോയിട്ട്. കൂടെയുണ്ടായിരുന്ന കുടുംബം 3 വർഷം മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടെ പക്ഷാഘാതം പിടിപെട്ട് ചികിത്സയിലുമായി. സാമ്പത്തിക കേസിൽ സിസ്റ്റം ബ്ലോക്കായി നാട്ടിൽ പോകാൻ കഴിയാതെ സ്വന്തമായിട്ട് തന്നെ ജീവിക്കാൻ സ്ട്രോക്ക് വന്ന് നടക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ മഹേഷിനെ എൻ്റെ റൂമിൽ കൊണ്ടുവരികയും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുകയും കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിനിടയിൽ ഞങ്ങൾ ഇവരുമായിട്ട് കേസിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കി തന്നാൽ ഇദ്ദേഹത്തെ നമ്മൾ നാട്ടിൽ കയറ്റി വിടാം, ഈ അവസ്ഥയിലൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ട് അവരാരും ചെവിക്കൊണ്ടില്ല. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 30-ാം തീയതി പുള്ളി നമ്മളെ വിട്ടു പിരിഞ്ഞു. 3 മലയാളികൾ ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഒടുവിൽ നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചത്. കേസിൽ ഒരാൾ ഇപ്പോഴും സൗദിയിലെ ജയിലിലാണ്. കൂടെയുള്ളവർ ചതിച്ചതാണ് ബിസിനസ് പൊളിയാൻ കാരണമെന്ന് മഹേഷിന്റെ കുടുംബം ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നാട്ടിലും നടന്നുവരുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മീഡിയ 1 ദമ്മാം. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട സേവന സജ്ജമായി ഖത്തർ പ്രവാസി വെൽഫെയർ ഹെൽപ്പ് ഡെസ്ക്. നിരവധി പേരാണ് ദിനംപ്രതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കായി ദോഹ നുവൈജയിലെ സഹായ കേന്ദ്രത്തിലെത്തുന്നത്. ടെലി കസ്റ്റമർ കെയർ സംവിധാനം വഴി 100-ലധികം പേർക്ക് പ്രവാസി വെൽഫെയർ ഹെൽപ്പ് ഡെസ്ക് ഇതുവരെ വിവിധ സേവനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 മാസമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിനു കീഴിൽ പരിശീലനം നേടിയ 20-ലധികം വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു. ഇക്കാലയളവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BLOമാരുടെയും സേവനം ഉപയോഗപ്പെടുത്തി 2 പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു. ആവശ്യക്കാർക്ക് സഹായം നൽകാൻ ഏതു സമയത്തും തങ്ങൾ സജ്ജമാണെന്ന് സംഘാടകർ പറഞ്ഞു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഖത്തറിൽ ആദ്യമായിട്ട് ഇടപെടുന്ന ഒരു പ്രവാസ സംഘടന പ്രവാസി വെൽഫെയർ ഖത്തറാണ്. ഈ ഒരു സേവനം ഇതിന് ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. 24/7 വേണമെങ്കിൽ ഈ സേവനം കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പിയും ID കോപ്പിയും അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും നാട്ടിൽ OTP ലഭിക്കുന്ന ഒരു ടെലിഫോൺ നമ്പറും ഉണ്ടെങ്കിൽ അവർക്ക് ആ സമയം തന്നെ നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഈ SIRമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഞങ്ങൾ സന്നദ്ധരാണ്. SIRമായി ബന്ധപ്പെട്ട് പ്രവാസികൾ സമർപ്പിക്കേണ്ട ഫോം 6A ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സഹായ കേന്ദ്രത്തിനായി പുതിയ പാസ്പോർട്ടുകളുടെ എൻട്രി, ഇന്ത്യക്ക് പുറത്തു ജനിച്ച വോട്ടർമാരുടെ ജന്മസ്ഥലം അടയാളപ്പെടുത്തൽ, SIR ഡിക്ലറേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടലാണ് ഹെൽപ്പ് ഡെസ്ക് നടത്തിയത്. മീഡിയ 1 ദോഹ. ജോർജിയയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ഖത്തർ എയർവേസ്. ജനുവരി 1 മുതൽ ജോർജിയയിൽ ആരോഗ്യ അപകട ഇൻഷുറൻസ് നിർബന്ധമാക്കിയതായി എയർവേസ് അറിയിച്ചു. രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ സഞ്ചാരികളും സാധുവായ ഇൻഷുറൻസ് പോളിസി കൈവശം വയ്ക്കണം. യാത്ര തിരിക്കുന്നവർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് പരിരക്ഷ ഉറപ്പാക്കണമെന്നും എയർവേസ് ആവശ്യപ്പെട്ടു. ഖത്തർ കൈറ്റ് ഫെസ്റ്റിവൽ ജനുവരി 15 മുതൽ 24 വരെ ദോഹയിൽ നടക്കും. ഫെസ്റ്റിവലിന്റെ 4ാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 പ്രൊഫഷണൽ കൈറ്റ് ടീമുകൾ പങ്കെടുക്കും. വർക്ക്ഷോപ്പുകളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. കുട്ടികൾക്കായി പ്രത്യേക ഇടവും ഒരുക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ബീച്ച് ഡെസ്റ്റിനേഷനായി മാറാനൊരുങ്ങി ദുബായ്. ജുമൈറ ബീച്ച് 1 വിപുലീകരണ പദ്ധതി 95% പൂർത്തിയായതായി ദുബായ് കിരീടാവകാശി ഷൈഖ് ഹംദാൻ അറിയിച്ചു. സന്ദർശകർക്കായി അത്യാധുനിക വിനോദ കായിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ബീച്ച് 1 ഫെബ്രുവരിയിൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ദുബൈയിലെ പൊതുബീച്ചുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജുമൈറ ബീച്ച് 1 വിപുലീകരണ പദ്ധതി അന്തിമഘട്ടത്തിലേക്ക്. പദ്ധതി പ്രദേശം നേരിട്ട് സന്ദർശിച്ച ശേഷമാണ് ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം നിർമ്മാണ പുരോഗതി വിലയിരുത്തിയത്. ബീച്ചിന്റെ വിസ്തൃതി 50% വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരത്തിലെ ബീച്ചുകളെ ലോകത്തിലെ ഏറ്റവും മനോഹരവും മികച്ചതുമായ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് തന്റെ കാഴ്ചപ്പാടെന്ന് ഷെയ്ഖ് ഹംദാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തം, സൈക്ലിംഗ്, ജോഗിംഗ് ട്രാക്കുകൾ എന്നിവ ബീച്ചിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി 15-ലധികം പുതിയ നിക്ഷേപാവസരങ്ങളും ബീച്ച് വികസനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കായിക പ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇടമായി ജുമൈറയെ മാറ്റുകയാണ് ലക്ഷ്യം. മീഡിയ 1 ദുബൈ. ഹോട്ട് എയർ ബലൂണിൽ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ച സൗദി അറേബ്യ. 2200 അടി ഉയരത്തിൽ റിയാദിലാണ് സംവിധാനം. 30 മിനിറ്റ് നീളുന്നതായിരിക്കും വർക്കൌട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫിറ്റ്നസ് സെന്ററിനാണ് ഇതോടെ സൗദിയിൽ തുടക്കമായത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജിം ക്ലാസിന് തുടക്കമിട്ടിരിക്കുകയാണ് സൗദി. ഹോട്ട് എയർ ബലൂണിലാണ് ഫിറ്റ്നസ് സെന്റർ. 200 അടി ഉയരത്തിൽ വർക്കൌട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. 30 മിനിറ്റ് നീളമുള്ള വർക്കൌട്ട് സെഷനാണ് നിലവിൽ ലഭ്യമാവുക. റിയാദിൽ മാത്രമാണ് പദ്ധതി നിലവിൽ നടപ്പാക്കിയിട്ടുള്ളത്.
സാധാരണ രീതിയിൽ വാമപ്പ് സെഷനുകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഉയരങ്ങളിലെ വർക്കൗട്ട്. വെയിറ്റുകൾ ഉപയോഗിച്ചുള്ള വ്യായാമ മുറകളായിരിക്കും ബലൂണിൽ. ജിംനാഷ്യൻ ഫിറ്റ്നസ് ടീം, സ്പോർട്സ് സയന്റിസ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി. റിയാദിലെ കിങ്ഡം ടവർ, മജ്ദുൽ ടവർ, ഫൈസലിയ ടവർ എന്നിവിടങ്ങളിലായിരിക്കും സംവിധാനം ലഭ്യമാവുക. ആരോഗ്യം വർദ്ധിപ്പിക്കുക, ഉയരത്തിലെ വർക്കൗട്ട് ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തുക, മാനസികമായി വ്യത്യസ്ത അനുഭവം നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദി ദമ്മാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് വെള്ളിയാഴ്ച തുടക്കമാകും. അസോസിയേഷന് കീഴിലുള്ള 24 ക്ലബ്ബുകളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം. ടൂർണമെന്റിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ദമ്മാമിലെ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമ്മാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ജനുവരി 9 തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിഫയിൽ രജിസ്റ്റർ ചെയ്ത 24 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിന് ദമ്മാം വിന്നേഴ്സ് സ്റ്റേഡിയം വേദിയാകും. ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ജനുവരി 16 കായിക സാമൂഹിക രംഗത്തുള്ളവരുടെ സാന്നിധ്യത്തിൽ നടക്കും. 45 കളികളോളം ഉള്ള ഈ ഡിഫ ചാമ്പ്യൻസ് ലീഗ് ജൂൺ 6 ഇതിൻ്റെ ഫൈനൽ മത്സരം ദമാമിലെ ഒരു പ്രമുഖ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിഫയുടെ ചരിത്രത്തിൽ ആദ്യമായി അരങ്ങേറുന്ന ലീഗ് അടിസ്ഥാനത്തിലുള്ള ഒരു ടൂർണമെൻ്റാണ് ഇവിടെ സംഘടിക്കപ്പെടുന്നത്. ക്ലബ്ബുകളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ഫൈനൽ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കും. വിജയികൾക്ക് ട്രോഫിയും പ്രൈസ് മണിയും സമ്മാനിക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. ഷമീർ കൊടിയത്തൂർ, മുജീബ് കളത്തിൽ, റഷീദ് മാളിയക്കൽ, ജുനൈദ് നീലേശ്വരം, ആസിഫ് മേലങ്ങാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദമ്മാം. ന്യൂഡൽഹി വേദിയാകുന്ന അന്താരാഷ്ട്ര പുസ്തകമേളയിൽ അതിഥി രാഷ്ട്രമായി ഖത്തർ. സാംസ്കാരിക മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് അതിഥി രാഷ്ട്ര പദവി. ഒരുക്കും സാഹിത്യവും സംഗീതവും ഷോക്കേസ് ചെയ്യും. ജനുവരി 10 മുതൽ 18 വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് പുസ്തകോത്സവം അരങ്ങേറുന്നത്. ഇത്തവണ 10 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രസാധകരാണ് മേളയിൽ പങ്കെടുക്കുക. ഗസ്റ്റ് ഓഫ് ഓണർ എന്ന പദവിയാണ് ഖത്തറിന് നൽകിയിരിക്കുന്നത്. ഫോക്കസ് രാഷ്ട്രമായി സ്പെയിനിനെയും തെരഞ്ഞെടുത്തു. പുസ്തകോത്സവത്തെ ഖത്തറി അസ്തിത്വത്തെയും പൈതൃകത്തെയും അടയാളപ്പെടുത്താനുള്ള വേദിയായി കണക്കാക്കുന്നതായി സാംസ്കാരിക മന്ത്രാലയം പ്രതികരിച്ചു. മേളയിൽ ഖത്തറിന്റെ വാസ്തുശില്പകല, സാംസ്കാരിക വൈവിധ്യം, നാട്ടറിവുകൾ തുടങ്ങിയവ പരിചയപ്പെടുത്തുന്ന ഇന്ററാക്റ്റീവ് ബൂത്തുകൾ ഒരുക്കും. സാഹിത്യവും സംഗീതവും ഷോക്കേസ് ചെയ്യും. നാഷണൽ ബുക്ക് ട്രസ്റ്റും ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രാലയവുമാണ് ന്യൂഡൽഹി പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. 1000-ലധികം പ്രസാധകർ മേളയുടെ ഭാഗമാകും. മീഡിയ 1, ദോഹ. നെസ്ലെ കമ്പനിയുടെ കുട്ടികൾക്കായുള്ള ബ്രാൻഡുകളിലെ വിവിധ ഉൽപ്പന്നങ്ങൾ പിൻവലിച്ച് സൗദി അറേബ്യ. ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടേതാണ് നടപടി. ഉൽപ്പന്നങ്ങളിൽ വിഷാംശം സൃഷ്ടിക്കുന്ന ബാക്ടീരിയയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് തീരുമാനം. ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക ബാച്ചുകളാണ് പിൻവലിച്ചത്. നെസ്ലെയുടെ നാൻ അൽഫാമിനോ, S26 ഗോൾഡ്, S26 അൾട്ടിമ എന്നീ ബ്രാൻഡുകളുടെ വിവിധ ബാച്ചുകളിലെ ഉൽപ്പന്നങ്ങളാണ് പിൻവലിച്ചത്. ഉൽപ്പന്നങ്ങളിൽ ബേസിലസ് സിറിയസ് എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന സിറിയുലൈറ്റ് എന്ന വിഷാംശം അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുമെന്ന സാധ്യത മുൻനിർത്തിയാണ് പിൻവലിക്കൽ. ഇതുവരെ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകളില്ല. എന്നാൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഛർദി, വയറുവേദന തുടങ്ങിയവ കുട്ടികളിൽ ഉണ്ടാക്കിയേക്കാം. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിപണിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാനുള്ള തീരുമാനം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വിവിധതരം മത്സ്യങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഫ്രഷ് ടു ഹോമിന്റെ നവീകരിച്ച ഷോറൂം ബഹ്റൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഗുണമേന്മയോടെ വിവിധതരം മത്സ്യങ്ങൾ മിതമായ വിലക്ക് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച ഫ്രഷ് ടു ഹോമിന്റെ ശാഖ ബഹ്റൈനിലെ സൽമാനിയയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അലി അഹമ്മദ് ഇബ്രാഹിം അൽ അസ്കരിയാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്. കൊച്ചിൻ ഹാർബർ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ നവീകരിച്ച ഔട്ട്ലെറ്റാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ചത്. പ്രവാസികളുടെ അഭിരുചികൾക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വിവിധതരം നാടൻ മത്സ്യങ്ങളും ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കിയതായി മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞു. വാട്സാപ്പ് വഴി ഓർഡറുകൾ ശേഖരിച്ച് മത്സ്യങ്ങൾ വീടുകളിൽ എത്തിക്കുവാനുള്ള ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ബഹ്റൈനിൽ നമ്മുടെ നാട്ടിലെ മീനുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിപ്പോൾ നമ്മളത് മാറ്റാനുള്ള ഒരു കരുതലാണ്. പിന്നെ ഡെലിവറി നമ്മളുണ്ട്. വാട്സപ്പ് നമുക്ക് ഡെയിലി അപ്ഡേഷൻ ഉണ്ട്. എല്ലാ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഹോം ഡെലിവറി ഉണ്ട്. ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല പാക്ക് ചെയ്ത് കൊടുക്കും.
നേരത്തെ തൊട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങുന്നതാണ്. എല്ലാം നല്ല മീനുകളാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതും കിട്ടുന്നതായിട്ടുള്ള എല്ലാത്തിനും. വിലക്കുറവിലും ഗുണനിലവാരത്തിലും മത്സ്യങ്ങൾ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഓൺലൈൻ ബുക്കിംഗുകൾ സ്വീകരിച്ച് സ്ഥാപനത്തിന്റെ സേവനം ബഹ്റൈന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർക്കായി വിപുലമാക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. മീഡിയ 1 ബഹ്റൈൻ. ഒമാനിൽ എംബസി തുറക്കാൻ ഒരുങ്ങി വെനസ്വേല. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇത് സംബന്ധിച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദിയും വെനസ്വേലൻ വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽപിൻഡോയും ഫോൺ സംഭാഷണം നടത്തി. വെനസ്വേലൻ എംബസി തുറക്കാനുള്ള തീരുമാനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു. കുവൈത്തിൽ മയക്കുമരുന്നുകൾ കടത്തിയ കേസിൽ 2 ഇന്ത്യൻ പൌരന്മാർക്ക് വധശിക്ഷ. കഴിഞ്ഞ ഓഗസ്റ്റിൽ കൈഫാനിലും ഷുവൈക്കിലുമുള്ള റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അന്താരാഷ്ട്ര ലഹരിമരുന്ന് ശൃംഖലയുടെ ഭാഗമായാണ് കുവൈത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികളുടെ പേരുവിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. റാസൽ ഖൈമയിൽ കലാലയം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ഒത്തിരിപ്പ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ മുഹമ്മദ് അലി കിനാലൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 25-ന് റാസൽ ഖൈമയിൽ നടക്കുന്ന 15ാമത് പ്രവാസി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചത്. അക്ബർ ആലിക്കര, നിസാർ പുത്തൻപള്ളി, അബൂബക്കർ ഹാജി, കേരള തുടങ്ങിയവർ പങ്കാളികളായി. ഇന്തോനേഷ്യയിലെ വെസ്റ്റ് ജാവയിൽ ജെറ്റ് സ്കീയിങ്ങിനിടെ സൗദി പൌരൻ മരിച്ചു. ബുബാലു ബീച്ചിൽ വെച്ചായിരുന്നു അപകടം. തിരമാലയിൽപ്പെട്ട് വാഹനം തകരുകയും സൗദി പൌരനും കൂടെയുണ്ടായിരുന്ന സുഹൃത്തും അപകടത്തിൽപ്പെടുകയുമായിരുന്നു. സുഹൃത്തിന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗദി പൌരന്റെ മൃതദേഹം സ്വദേശത്തെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ദുബായിൽ പുതിയ 4 ബസ് റൂട്ടുകൾക്ക് തുടക്കമിടാനൊരുങ്ങി റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. റൂട്ട് 88A, റൂട്ട് 88B, റൂട്ട് 93A, 93B എന്നിങ്ങനെയാണ് പുതിയ റൂട്ടുകൾ. ജനുവരി 9 മുതലാണ് പുതിയ റൂട്ടുകളും മാറ്റങ്ങളും നടപ്പാക്കുക. നിലവിലുള്ള 70 റൂട്ടുകളിൽ മാറ്റങ്ങൾ വരുത്താനും അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തിരക്കേറിയ യാത്രാ സമയങ്ങളിൽ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അതോറിറ്റിയുടെ ഈ നടപടി. GCCയിലെ പ്രമുഖ വ്യാപാര ഗ്രൂപ്പായ ബ്രാൻഡ് സൂക്കിന്റെ പുതിയ ഔട്ട്ലെറ്റ് ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ ഫുട്വെയറുകൾ, പെർഫ്യൂം, ട്രാവൽ ബാഗ്സ്, ആക്സസറികൾ എന്നിവയുടെ വൻ ശേഖരമാണ് ബ്രാഞ്ചിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ജിദ്ദയിലെ ഹയ്യുൽ മാനറിലാണ് പുതിയ ഔട്ട്ലെറ്റ് തുറന്നത്. ഗ്രൂപ്പിന്റെ സൗദിയിലെ 4ാമത്തെയും GCCയിലെ 9ാമത്തെയും ഔട്ട്ലെറ്റാണ് ജിദ്ദയിൽ ആരംഭിച്ചത്. ലോകോത്തര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫുട്വെയറുകൾ, പെർഫ്യൂമുകൾ, ട്രാവൽ ബാഗ്സ്, ആക്സസറീസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. പ്രത്യേക ഓഫറുകളിൽ ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. വെയർഹൌസ് സെയിൽസ് മാതൃകയിലാണ് പ്രവർത്തനം. സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇത് 4ാമത്തെ ഔട്ട്ലെറ്റാണ്. അതായത് ഫസ്റ്റ് നമ്മൾ റിയാദിൽ തുറന്നിട്ടുണ്ട്. റിയാദ്, പിന്നെ ദമ്മാമും, ഇതിപ്പോൾ ജിദ്ദയിൽ ഞങ്ങൾ ഓപ്പൺ ആക്കി. അതായത് കസ്റ്റമർക്ക് ഞങ്ങൾ ഒരു എഫോർഡബിൾ പ്രൈസിൽ, അതായത് എഡിഡാസ്, പൂമ, പിന്നെ സ്കെച്ചേഴ്സ്, ഇതെല്ലാ സാധനങ്ങൾ കസ്റ്റമർക്ക് എഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊടുക്കുന്ന ശ്രമത്തിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡിഡാസ്, പ്യൂമ തുടങ്ങിയ പ്രോഡക്റ്റുകൾ 99 റിയാൽ മുതലാണ് വിൽപ്പന. ഇഷ്ട ബ്രാൻഡുകൾ ഒരു കുടക്കീഴിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ബ്രാൻഡ്സ് റിയാദ് ആൻഡ് ദമാം മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പം ജിദ്ദയിൽ ഓപ്പൺ ആയപ്പോൾ വേഗം വിസിറ്റ് ചെയ്യണമെന്ന് തോന്നി. കുറേ ബ്രാൻഡ്സ് ഉണ്ട്. എല്ലാ ബ്രാൻഡ്സും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ്സാണുള്ളത്. അതും അഫോർഡബിൾ പ്രൈസിൽ. കുട്ടികൾക്കും നമുക്കൊക്കെ പറ്റിയ എല്ലാ തരം ഷൂസ്, സാൻഡൽസ് എല്ലാം ഉണ്ട്. റയാൻ മുൻഷി, ഒസാമ അബ്ദുൽ ജവാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ജിദ്ദ. ഇനി മത്സര ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈത്തിൽ 6ാം റിംഗ് റോഡിൽ നിന്ന് അൽബിദ റൗണ്ട് എബൌട്ടിലേക്കുള്ള താവോൺ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം. റോഡ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇന്നലെ മുതൽ റോഡ് അടച്ചു.
ബഹ്റൈനിലെ പ്രമുഖ യുവജന സംഘടനയായ യൂത്ത് ഇന്ത്യയ്ക്ക് പുതിയ ഭാരവാഹികൾ 2026-27 കാലയളവിലേക്ക് അജ്മൽ ഷറഫുദ്ദീനെ പ്രസിഡന്റായും സിറാജ് ഹൈദ്രോസിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഭാവി പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകി ഖത്തർ ഇൻകാസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹിലാലിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയത്. ഇൻകാസ് യൂത്ത് വിംഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. ഭാരവാഹികളായി മുഹമ്മദ് അഷ്കറിനെയും ഹബീബ് റഹ്മാൻ അലിയെയും ആഷിഖ് തിയാഡിനെയും തെരഞ്ഞെടുത്തു. വാഴക്കാട് അസോസിയേഷൻ ഖത്തർ വാക്ക് ദിൽ സെവാക്ക് എന്ന പേരിൽ കൾച്ചറൽ മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചു. ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാക്ക് ട്രസ്റ്റ് അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണോദ്ഘാടനം ഗ്രാൻഡ് മാൾ MD അഷ്റഫ് ചിറക്കൽ നിർവഹിച്ചു. ഖത്തർ അൽഖോർ പ്രവിശ്യയിലെ ബുജ്ലീബ് കോംപ്ലക്സ് മലയാളി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KJ സെബാസ്റ്റ്യൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മാളിയേക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. ബേപ്പൂർ പ്രവാസി അസോസിയേഷൻ ഖത്തർ പുതുവർഷത്തോടനുബന്ധിച്ച് സൗജന്യ യോഗ പരിശീലനവും ആരോഗ്യ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വക്ര അൽ ജനൂബ് സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി. സംഘടനയുടെ സ്പോർട്സ് വിംഗ് ഉദ്ഘാടനവും നടന്നു. വാഴയൂർ സർവീസ് ഫോറം ഖത്തർ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതുവത്സര പരിപാടിയായ ഒരുമ 2025 ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. റഫീഖ് കാരാടാണ് പ്രസിഡന്റ്, റിയാസ് പുഞ്ചപ്പാടം ജനറൽ സെക്രട്ടറി.